കോതമംഗലം നെല്ലിക്കുഴിയിൽ 6 വയസ്സുകാരിയെ രണ്ടാനമ്മ അനീഷ കൊലപ്പെടുത്തുമെന്ന് കരുതിയില്ലെന്ന് കുട്ടിയുടെ പിതാവ് അജാസ് ഖാൻ. അജാസിന് കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയച്ചിരുന്നു. 6 വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരവും നടത്തി. ഇന്ന് രാവിലെ 11 മണിയോടെ നെല്ലിമുറ്റം ജുമാ മസ്ജിദിലായിരുന്നു ചടങ്ങുകൾ. കേസിൽ അറസ്റ്റിലായ രണ്ടാനമ്മ അനീഷയെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൊലപാതകത്തിന് പിന്നിൽ ബാഹ്യപ്രേരണ ഉണ്ടോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്താനാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. 2 മക്കളെയും തല്ലുന്ന ശീലം അനീഷയ്ക്കുണ്ടായിരുന്നു. കുഞ്ഞിനോട് ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടായിരുന്നു. പക്ഷേ കൊല്ലുമെന്ന് കരുതിയില്ല. കുഞ്ഞിനെ തല്ലരുതെന്ന് അനീഷയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനീഷ കുട്ടികളെ തല്ലുന്നുവെന്ന് അയൽക്കാരും തന്നോട് പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് മരിച്ച അന്ന് രാത്രി 10:30 വീട്ടിലെത്തിയിരുന്നു. അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല. വീണ്ടും പണിസ്ഥലത്തേക്ക് പോയി. ജോലി കഴിഞ്ഞ് 1 മണിക്കാണ് മടങ്ങിയെത്തിയത്. അപ്പോൾ കുട്ടി ഉറങ്ങുകയാണെന്നാണ് കരുതിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. രാവിലെ അനീഷ തന്നെയാണ് കുഞ്ഞ് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചതെന്നും അജാസ് പറഞ്ഞു. അനീഷ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കോടതി യുവതിയെ 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അനീഷയുടെ ബാധ മാറ്റാമെന്ന് വാഗ്ദാനം ചെയ്ത നെല്ലിക്കുഴി സ്വദേശി നൌഷാദിനെതിരെ ദുർമന്ത്രവാദം പ്രചരിപ്പിച്ചതിന് പ്രത്യേക കേസും പോലീസ് ചുമത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് സ്വദേശിനിയായ അനീഷയെ തിരച്ചിലിനൊടുവിലാണ് എറണാകുളത്ത് നിന്ന് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയാണ് ഇരയായ മുസ്കാൻ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അജാസിന്റെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ് മുസ്കാൻ. പണം ഞങ്ങൾ തരും. കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതായി യുവതി സമ്മതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതേസമയം ഇവർ ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായി കൊലപാതകം നടത്തിയതാണെന്ന സംശയത്തിലാണ് പോലീസ് അന്വേഷണ സംഘം. രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിക്ക് അനക്കമില്ലെന്നറിയിച്ച് വ്യാഴാഴ്ച രാവിലെ 6:30 അജാസ് ഖാൻ കുട്ടിയുമായി അയൽവാസികളെ സമീപിക്കുകയായിരുന്നു. തണുത്ത് വിറങ്ങലിച്ച ശരീരം കണ്ട് നാട്ടുകാർ അറിയിച്ചതോടെ പോലീസും ശാസ്ത്രീയാന്വേഷണ വിഭാഗവും നടത്തിയ പരിശോധനയിൽ കൊലപാതകമാണെന്ന് സംശയമുയർന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിലാണ് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സ്ഥിരീകരിച്ചത്. ഇപ്പോഴത്തെ ഭാര്യ അനീഷയുടെ 2 വയസ്സുള്ള കുട്ടിയോടൊപ്പമാണ് മുസ്കാൻ ഉറങ്ങിയതെന്ന് വീട്ടുകാർ പറയുന്നുണ്ട്. 30 വർഷം മുൻപ് ഫർണിച്ചർ ജോലിക്ക് നെല്ലിക്കുഴിയിലെത്തിയതാണ് അജാസ് ഖാന്റെ കുടുംബം. 7 വർഷമായി പുതുപ്പാലത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. 2 വർഷം മുൻപ് ഭാര്യ ഉപേക്ഷിച്ച് പോയതോടെ കുട്ടിയുമായി നാട്ടിലേക്ക് മടങ്ങിയ അജാസ് ഖാൻ 5 മാസം മുൻപാണ് മകളോടൊപ്പം അനീഷയും കുട്ടിയുമായി തിരികെ എത്തിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേന വൈകിട്ട് സ്ഥലത്തെത്തി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും രാത്രി വൈകിയും ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.